LDF മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. എന്താണ് അതിന് പ്രധാനമായിട്ട് പറയുന്ന കാര്യം? കാരണം ഈ രണ്ടാം തവണ അധികാരത്തിൽ വന്നതോടുകൂടി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും ഒത്തിരിയേറെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ വ്യവസായ വകുപ്പാണ് ഞാൻ കൈകാര്യം ചെയ്തു വരുന്നത്. വ്യവസായ മേഖലയിൽ ഒരു പുതിയ ഉണർവ് സാധ്യമായതും 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറാൻ കഴിഞ്ഞു. അത് സാധ്യമായത് കഴിഞ്ഞ ഗവൺമെന്റ് ഇട്ടൊരു അടിത്തറയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഗവൺമെന്റുകൾ മാറി മാറി വരുമ്പോൾ സംഭവിക്കുന്നത് ഒരു നയങ്ങൾ പിന്നീട് ബ്രേക്ക് ആകുന്നു എന്നുള്ളതാണ്. നയങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ ഗവൺമെന്റിന്റെ തുടർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തുടർച്ച വരുന്നതോടെ വ്യവസായത്തിൽ മാത്രമല്ല എല്ലാ മേഖലയ്ക്കകത്തും ഗുണപരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇപ്പൊ നമ്മൾ നടത്തിയിട്ടുള്ള നടപടികൾ, അതിന്റെ ഭാഗമായി ആർജിച്ച നേട്ടങ്ങൾ, അതിന്റെ ശരിയായ ഗുണഫലം സമൂഹത്തിനും ജനങ്ങൾക്കും ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ടേം കൂടി അനിവാര്യമാണ്. ഇപ്പോൾ വ്യവസായ മേഖലയിൽ ഇപ്പോൾ സൗഹൃദ അന്തരീക്ഷം വന്നു, നിക്ഷേപങ്ങൾ നന്നായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത ദാവോസ് സബ്മിറ്റിൽ നല്ല നിക്ഷേപ വാഗ്ദാനങ്ങൾ വന്നു. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ വന്നതിൽ 55,000 കോടി ഇപ്പോൾ തന്നെ നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തി, ചിലത് ഉദ്ഘാടനത്തിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് കുറേ കൂടി ഈ 5 വർഷം എന്നുള്ളത് ഒരു അനിവാര്യമാണ്. അപ്പോൾ നേട്ടങ്ങളുടെ വിളവെടുപ്പിന് അത്തരത്തിലുള്ള ഒരു തുടർച്ച അനിവാര്യമാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. പിന്നെ ഈ ഗവൺമെന്റിന് ഒരു ഭരണത്തിനെതിരായിട്ടുള്ള വികാരം വരേണ്ട ഒരു ഘടകവും ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നുണ്ടായിട്ടില്ല. വലിയ പ്രചരണമുണ്ടല്ലോ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF ജയിക്കാൻ കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണ് എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. അല്ല, ആ ഘട്ടത്തിൽ പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ വെച്ചും ഒരുപക്ഷെ തെറ്റായ പ്രചാരവേലകളിലും കുറച്ച് ഞങ്ങൾക്ക് ഒരു തിരിച്ചടി അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിജയം ആ തെരഞ്ഞെടുപ്പിനകത്ത് നേടാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനുശേഷം സർക്കാർ തന്നെ ചില നിലപാടുകൾ വ്യക്തമായി സ്വീകരിക്കുകയുണ്ടായി. ക്ഷേമ ആനുകൂല്യങ്ങൾ കുറെ കൂടി ഏത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നൽകണമെന്ന കാഴ്ചപ്പാട്, അതോടൊപ്പം തന്നെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി കുറെ കൂടി വിസിബിലിറ്റി ഉണ്ടാകണമെന്ന് കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ ഓരോന്നും നോക്കുകയാണെങ്കിൽ അവയെല്ലാം തന്നെ കേരളത്തിനകത്ത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പദ്ധതികളാണ്. ഇപ്പോൾ വയനാട് ടൗൺഷിപ്പ് ആകാം, തുരങ്കത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാകാം, അതുപോലെ തന്നെ ഇപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാകാം, പെരുമ്പളം പാലമാകാം, ചെല്ലാനം പദ്ധതിയാകാം. ഇവയെല്ലാം തന്നെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. അപ്പോൾ കുറേ കൂടി സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിസിബിളാകുന്നതിന് സഹായകരമായി. അപ്പോൾ സർക്കാരിനെതിരെ ചിന്തിക്കേണ്ട ഒരു ഘടകവും ഞങ്ങളുടെ ഭാഗത്തും ഇന്ന് ഈ 5 വർഷമായി ഉണ്ടായിട്ടില്ല. പിന്നെ പൊതുവെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഈ അജണ്ടകൾ നിശ്ചയിക്കപ്പെടാറുണ്ട്. അതിപ്പോൾ സഖാവ് EMSന്റെ കാലം മുതലേ EMSനെ പോലുള്ള ആൾക്കാർ, പിന്നീട് K കരുണാകരൻ, അതുപോലെ ഉള്ള പ്രമുഖ നേതാക്കൾ AK ആന്റണി ഒക്കെ അജണ്ടകൾ സെറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണ 2 അജണ്ടകൾ ഉയർന്നു വന്നത് അത് UDF ആണ് തുടങ്ങി വെച്ചത്. LDFും BJPയും തമ്മിൽ ഡീലുണ്ട്. ഇപ്പോൾ SDPIയുമായിട്ട് LDFന് ഡീലുണ്ട്, CPMന് ഡീലുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് നടത്തിയെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നത്. അതൊരു മുൻകൂർ ജാമ്യമെടുക്കലാണ്. കാരണം ജയം എന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നതോടുകൂടി തന്നെ അവരുടെ പ്രതീക്ഷകൾ കുറയാൻ തുടങ്ങി. പിന്നെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തന്നെ ചെറിയ ഒരു മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, പല രീതിയിലുള്ള തർക്കങ്ങൾ ജനങ്ങൾ കാണുമ്പോൾ ഇവർക്ക് എങ്ങാനും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊരു ഭീതി ജനങ്ങൾക്കിടയിൽ തന്നെ ശക്തമാണ്. ഇതെല്ലാം കാണുമ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകില്ല എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ടാവുക. 2, കേരളത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് UDF ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ നേട്ടം പൂർണ്ണമായിട്ട് LDFനായിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഒരു വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ ചർച്ചകളാകെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമം ബോധപൂർവമായി നടത്തുന്നു. പക്ഷെ അത് ഇപ്പൊ തന്നെ ഏറെ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
നേരത്തെ BJP-യെ കുറിച്ചായിരുന്നു, അത് പാലക്കാടൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളൊരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ നിർത്തിയില്ല. മറ്റു പല സ്ഥലങ്ങളിലും 2020-യെ നിർത്തിയിരിക്കുന്നത് BJP-യുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലാണ്. പ്രത്യേകിച്ച് BJP-ക്ക് സ്ട്രെങ്ത് ഉള്ള തൃപ്പൂണിത്തറ അടക്കമുള്ള മണ്ഡലങ്ങൾ. അതായിരുന്നു ഒരു ആരോപണം വന്നിരുന്നത്. തൃപ്പൂണിത്തറയിലെല്ലാം ഇതിന്റെ ഇങ്ങനെയുള്ളത് അനുഭവിച്ച രുചിയുള്ള ആളുകളാണ് ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ പാലക്കാട് എന്തുകൊണ്ട് രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല? പാലക്കാട് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് നല്ല രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നൌഷാദ് പാലക്കാട് ജയിച്ചിട്ടുണ്ട്. ഒരു മതത്തിന്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥിയെ ആ രൂപത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഒരു ഭയം പാലക്കാട് ഉൾപ്പെടെ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ഒരു ഭയം അവർക്ക് വന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരം പ്രചാരവേലകൾ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് പാലക്കാട് പോലുള്ള മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതായിരുന്നു. ആ ഗൗരവം കാണാതെ ഒരു ധാരണയ്ക്ക് വേണ്ടിയുള്ള ഒരു സമീപനമാണ് BJP യഥാർത്ഥത്തിൽ അതിനകത്ത് സ്വീകരിച്ചത്. അല്ല, താങ്കളുടെ സ്ഥാനാർത്ഥിയും പാലക്കാട് ഒരു ബിസിനസ്സുകാരനാണ്. ഒരു പാർട്ടി കാൻഡിഡേറ്റിന് സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് നിർത്തിയില്ല എന്നുള്ളതാണ് ആരോപണം വന്നത്. അല്ല, കോൺഗ്രസ് നിർത്തിയിട്ടില്ലല്ലോ. ഞങ്ങൾ പാലക്കാട്ടുകാരനെ നിർത്തി. പാലക്കാട്ടുകാരനെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഞങ്ങൾ ജയിക്കാനുള്ള സാധ്യത നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. പാലക്കാട് മത്സരം ആരംഭിച്ച പഴയ പാലക്കാടല്ല. ഇപ്പോ നമ്മൾ സാമൂഹ്യ മാധ്യമം നോക്കിയാലും TV നോക്കിയാലും എല്ലാം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള നല്ല അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകാരനല്ല, ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആഴത്തിലുള്ള ചിന്തകൾ അതെല്ലാം തന്നെ സമൂഹത്തിൽ പ്രകടമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് നല്ല വിജയ സാധ്യതയാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുമ്പോൾ. അതുപോലെ SDPI-യുടെ കാൻഡിഡേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി വളരെ ക്ഷുഭിതനായിട്ടാണ് സംസാരിച്ചത്. അത് യഥാർത്ഥത്തിൽ നിന്നുള്ള യഥാർത്ഥ ചിത്രം മാറ്റിമറിക്കാൻ വേണ്ടി ചെയ്ത ഒരു നിലപാടാണെന്നുള്ള തരത്തിൽ വിശദീകരണം വന്നിരുന്നു. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചർച്ചകൾ ഡൈവേർട്ട് ചെയ്യുന്നു. SDPI-യുടെ സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റവും ബന്ധമുള്ളവർ സ്ഥാനാർത്ഥികളായിട്ട് വന്നതൊക്കെയാണ് അങ്ങനെ ആരോപണം വരാൻ കാരണമായതെന്നാണ് പറഞ്ഞ പോലെയാണ്. BJP-യുടെ അത് ബലൂൺ പോലെ പൊട്ടിപ്പോയി. അപ്പൊ അടുത്തത് ഒരു വിവാദം കൂടി സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ശ്രമം മാത്രമാണ്. പക്ഷെ ജനങ്ങൾ നല്ല ധാരണയോടുകൂടി കാര്യങ്ങൾ അറിയുന്നവരായതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ എന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ്. തുടർച്ചയുണ്ടായെന്ന് മാത്രമല്ല 2016-നേക്കാളും കൂടുതൽ സീറ്റും വോട്ടും മേടിക്കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അതിനേക്കാളും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആലോചിച്ച് ഏറ്റവും ശരിയായ തീരുമാനമെടുക്കുന്നത്. അല്ല, അത് ഞങ്ങളുടെ തീരുമാനമെടുക്കുന്ന രീതി ഈ രൂപത്തിലാണ് എന്നതാണ് വ്യക്തമാക്കിയത്. താങ്ക് യു. നിങ്ങളെ വീണ്ടും ഫീൽഡിൽ കാണാൻ കഴിഞ്ഞു. കുറെ കാലങ്ങൾക്ക് ശേഷം. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.